കാരണം ഒരിക്കലും പിന്നെ പി വി അൻവറും കോൺഗ്രസുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിയോ അല്ലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കൂടിക്കാഴ്ച നടത്തിയോ അല്ല ചെയ്ത്. കാരണം പൊതുവിഷയങ്ങള്, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തെ ഇപ്പോൾ ബാധിക്കുന്ന ഏറ്റവും പൊതുവായ വിഷയം എന്താ? കാരണം ഇവിടുത്തെ ജനവിരുദ്ധ സർക്കാർ, കാരണം ഇവിടുത്തെ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്തുകൊണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം തന്നെ വന്നത് എന്താ? ഇവിടെ ഈ പറയുന്ന ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ SFIO അവര് റിപ്പോർട്ട് കൊടുത്തിരിക്കുക. എന്താണ്? ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ എക്സാലോജിക്ക് കമ്പനി തന്നെ 1,71,00,000 രൂപ ഈ പറയുന്ന മാസപ്പടി മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഈ എക്സാലോജിക്ക കമ്പനി തന്നെ കർണാടക, കേരള 2 ഹൈക്കോടതിയിൽ പോയി SFIO അന്വേഷണത്തിനെതിരെ ഹർജി നൽകി. അപ്പോൾ നമ്മൾ ഇതിനെ സംശയിക്കുന്നു, എന്തോ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ, എല്ലാം സത്യസന്ധമാണെങ്കിൽ ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് 2 ഹൈക്കോടതിയിൽ പോയി ഹർജി നൽകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിന്റെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വളരെ പ്രസക്തത്തിനെതിരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടങ്ങി വെച്ച ആരോപണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അതേക്കുറിച്ചൊന്നും പറയുന്ന പോലുമില്ല. അദ്ദേഹം തൃണമൂലിൽ ചേരാൻ കാരണം തന്നെ ചൂണ്ടിക്കാണിച്ചത് എന്താ? വന്യമൃഗശല്യം. നമുക്കറിയാം, കാരണം ഓരോ വിഷയങ്ങളിലും ഇപ്പം നമ്മളെ ഈ ഒരു കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മണ്ഡലം നിരീക്ഷിച്ചറിയാം. കാരണം വളരെ പെട്ടെന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. ആ ഓരോ വിഷയം ഉയർന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നിലപാടുകൾ പറയുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു, ഒരു പൊതുബോധം ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ രൂപപ്പെടുന്നു. ഇപ്പോൾ കേരളം ഈ കഴിഞ്ഞ കാലം നമുക്കതിനൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഈ പറയുന്ന വന്യമൃഗ ശല്യം എന്ന് പറയുന്നത്, കാരണം അദ്ദേഹം ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി നിലമ്പൂർ ഉൾപ്പെടുന്ന മേഖലകൾ. കാരണം അതിനെ നമുക്കൊരു ഒരിക്കലും ഇപ്പൊ ഞാൻ ഒരു കൃത്യമായി പറയട്ടെ, ഇപ്പോൾ പറയുന്ന ഈ വന നിയമ ഭേദഗതി, ഈ കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതികളെക്കാൾ ഏറ്റവും കൊടിയതാണ് ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസിന്റെ അധികാരം നൽകിയിട്ടുണ്ട് ഏത് നിരപരാധിയും കയ്യാമം വെച്ച് തുറുങ്കിലടക്കാവുന്ന നിയമം കൊടുക്കാവുന്ന കരിനിയമം. കാരണം ആ കരിനിയമം ഈ കേരള നിയമസഭ പാസ്സാക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ADGPയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കണമോ? ഓരോ കാലഘട്ടത്തിൽ അതിനെ ഗുരുതരമായ വിഷയങ്ങൾ ഉയരുമ്പോൾ ആ വിഷയത്തെ ചോദ്യം ചെയ്യണം. കാരണം ഇപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു, അല്ല അറസ്റ്റ് ചെയ്തു, കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. ആ വിഷയത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയുമോ? കാരണം എത്രയോ ആളുകളാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകം തന്നെ എത്രയോ ആളുകളാണ് ഈ പറയുന്ന കാട്ടാനയുടെ, കാരണം ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളാണ്, നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ വിഷയം മനസ്സിലാകത്തില്ല. ഞാൻ എന്റെ ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ ഈ ശബരിമല വനത്തേക്ക്. കഴിഞ്ഞ വർഷമാണ് 2 ആളുകളെ ഈ പറയുന്ന കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോഡ് ഇറങ്ങാൻ കഴിയില്ല ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ശല്യം കാരണം. അപ്പൊ ഞങ്ങളുടെ മുമ്പില് കേരള സർക്കാരിന്റെ അഴിമതിയാണ് വലുത്, അതോ ഇവിടുത്തെ വന്യമൃഗ ശല്യമാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാ. അപ്പോൾ ആ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതിന്റെ അകത്ത് ഒരു തെറ്റും. കാരണം ഇന്ന് തന്നെ കണ്ടു, ഇന്നലെയും കണ്ടു, കടുവ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു. അത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ഈ പറയുന്ന വയനാട് ഉൾപ്പെടെ, ഈ പറയുന്ന നിലമ്പൂർ ഉൾപ്പെടെ ഉള്ള, അല്ലെങ്കിൽ കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം. കാരണം കേരളത്തിൽ തന്നെ ഈ വന നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവാണ്. ഈ നിയമസഭ 17-ാം തീയതി തുടങ്ങുക. അതിശക്തമായ സമരങ്ങളാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് അൻവർ മാത്രം ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയമല്ല. ഇത് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു പരസ്പരം അദ്ദേഹം ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളെ പിന്തുണയ്ക്കുമെങ്കിൽ ഞങ്ങൾ അതിനെ തീർച്ചയായിട്ടും സ്വാഭാവികം ചെയ്യും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം UDFന്റെ അകത്ത് വന്നെന്നോ ഞങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നോ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം.